പുസ്തകമായ യെശയ്യാവിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനായി ദൈവങ്ങളിൽ ശരണപ്പെടുന്നു. യെശയ്യാവിൻ്റെ 6-ാമത്തെ അധ്യായം ഞാൻ ദൈവസഭയിലെ സഭായോഗത്തിന് ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. 7-ാം അധ്യായം നല്ല കട്ടിയുള്ള അധ്യായമാണ്. ഞാനിത് വായിച്ച് ധ്യാനിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ മനസ്സിലാക്കുവാൻ പ്രയാസമേറിയ, ബുദ്ധിമുട്ടേറിയ, പെട്ടെന്നൊരു ഓടിച്ച് വായിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കട്ടിയേറിയ ചില ഭാഗങ്ങളാണ് 7-ാം അധ്യായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ആരും ഉറങ്ങരുത്. അരമണിക്കൂർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. 10 മണിയാകുമ്പോൾ നമ്മളുടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുമല്ലോ. അതുകൊണ്ട് മാക്സിമം കണ്ണു തുറന്നു പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ, എനിക്കറിയാം ഉറക്കം വരുമെന്നറിയാം, കണ്ണ് തുറന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുക. കർത്താവ് സഹായിക്കട്ടെ. 7-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം നമുക്ക് വായിക്കാം. ഉസ്യാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവ് ആഹാസിന്റെ കാലത്ത് രസീനും പേക്കഹും യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. 7-ാം അധ്യായത്തിന് ചില ഭാഗങ്ങളല്ല മുഴുവൻ ഭാഗങ്ങളും ഒരു ഹിസ്റ്ററി പോലെ, ഒരു സംഭവ കഥ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ യേശു കർത്താവിനെ കുറിച്ച് പ്രവചിച്ചു പറയുന്ന ഒരു ഭാഗം ഉണ്ട് എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ ഏറ്റവും മെയിനായ കണ്ടന്റ് എന്ന് പറയുന്നത്. 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇതേ ഭാഗങ്ങൾ ദൈവത്തിന്റെ ദൂതൻ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഒക്കെ മറിയയോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേ ഭാഗങ്ങളാണ് യെശയ്യാ പ്രവാചകൻ സംവത്സരങ്ങൾക്ക് മുമ്പ് തന്റെ പ്രവചനാത്മാവിൽ യഹൂദ രാജാവായ ആഹാസിനോട് സംസാരിക്കുമ്പോൾ തന്റെ വായിൽ നിന്ന് വന്ന പ്രവചന ശബ്ദമാണ്. ആ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ മറിയയുടെ അടുത്ത് ദൂതൻ വന്ന് സംസാരിക്കുന്നത്. അതേ പേര് തന്നെ, ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന പദത്തിന്റെ അർത്ഥം യഹോവ നമ്മോട് കൂടെ എന്നുള്ള അർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്നുള്ള പദം സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ ആരംഭത്തിൽ ഒന്നായിരുന്നെങ്കിലും അവർ പിന്നീട് 2 രാജ്യങ്ങളായി, 2 വംശങ്ങളായി വേർതിരിഞ്ഞ് 2 രാജാക്കന്മാരുടെ കീഴിലായിത്തീരുന്ന നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, ഇസ്രായേൽ എന്നുള്ള പേര് തന്നെ അതിനൊരു രാജാവ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ യഹൂദ എന്ന ഒരു ഭാഗമായി അവർ വേർതിരിയുകയും യഹൂദയ്ക്കും ഒരു രാജാവ് ഉണ്ടാവുകയും ചെയ്തു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യഹൂദ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ്? ആഹാസ്. ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കും, യഹൂദ രാജാവായിരുന്നു ആര്? ആഹാസ്. അരാമ്യ രാജാവ് അവർക്കെതിരെ യുദ്ധത്തിന് വന്നതേ രസീനും ആരാണ്? പേക്കഹും യെരൂശലേമിന് നേരെ യുദ്ധത്തിന് വന്നു. നോക്കണമേ, ഈ ഇസ്രായേലിനെ കുറിച്ച് പല ഭാഗങ്ങളിൽ, ഇസ്രായേൽ ഒരു ഗോത്രമാണ് എഫ്രൈം. എഫ്രൈമിനെ കുറിച്ച് ഒരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ എഫ്രൈമിനെ മൊത്തത്തിൽ ഇസ്രായേലിനെ ചേർത്തൊരു പേരായിട്ട് എഫ്രൈം എന്നും പറയാറുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ എഫ്രൈം എന്ന് തന്നെ ഇസ്രായേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അരാം വലിയ ഒരു രാജ്യമായിരുന്നെങ്കിലും, വലിയ സൈന്യം അവർക്കുണ്ടായിരുന്നെങ്കിലും അവർക്ക് യഹൂദ രാജാവ് ആഹാസിനോട് യുദ്ധം ചെയ്യുവാനായ ഒരു ഭയം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ മറ്റ് ശത്രു സൈന്യങ്ങളെ ആശ്രയിക്കാതെ അവർ ആശ്രയിച്ചത് അവരുടെ സഹോദര രാജ്യമായിരുന്ന ഇസ്രായേൽ രാജാവായ പേക്കഹിനെയാണ് സമീപിച്ചിരുന്നത്. അതായത് സ്വന്തം സഹോദര രാജ്യമായിരുന്ന യഹൂദയും ഇസ്രായേലും സഹോദരരാണല്ലോ. ആ സഹോദര രാജ്യമായിരുന്ന ഇസ്രായേൽ രാജാവിനെ സമീപിച്ച് യെരൂശലേം പിടിച്ചടക്കുവാൻ വേണ്ടി യഹൂദ രാജാവായ ആഹാസിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഭാഗമാണ് നാം വായിച്ചത്. അപ്പോൾ ആ ഇസ്രായേൽ ജനത്തിനോട് വിരോധമായി നിന്നത് ഒരു ശത്രുരാജ്യമല്ല, പകരം അല്ലേ ആരാ? യഹൂദ രാജ്യത്തോട് വിരോധമായി വന്നത് അവരുടെ സഹോദര രാജ്യമായ ഇസ്രായേൽ തന്നെ. നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലൊക്കെ അനവധി വിഷയങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലേ? മറ്റ് സമുദായങ്ങളിലും മറ്റ് മതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് ക്രിസ്ത്യൻ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ അല്ലേ നമുക്കെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള മറ്റ് സമുദായക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ സഭകളിലുള്ളവരെ തന്നെ പിശാച് എഴുന്നേൽപ്പിക്കുകയും സഹോദരന്മാരെ എഴുന്നേൽപ്പിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്യും അല്ലേ? യുദ്ധം, അതായത് സഭയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുവാൻ നമ്മുടെ ബന്ധുക്കോസ് സഭകളിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഏത് സഭ എടുത്താലും പല സഭകളിലും കേസുകളും വഴക്കുകളും ആരുമായിട്ടാണ്?
മറ്റ് അന്യമതസ്ഥരുമായിട്ടല്ല, നമ്മുടെ സഹോദരന്മാരുമായിട്ട് തന്നെ, അല്ലേ? വഴക്കുകളും കേസുകളും ഒക്കെയുള്ള നമുക്ക് കാണാൻ കഴിയും. എല്ലാ സഭകളിലും അത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മറ്റ് ശത്രു രാജ്യത്തെ ഉപയോഗിക്കാതെ സ്വന്തം രാജ്യത്തിന്റെ അകത്തു നിന്നുള്ള സ്വന്തം സഹോദരനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസഭയ്ക്കെതിരെ, സഭകൾക്കെതിരെ പോരടിക്കുന്ന ഒരു തന്ത്രം പിശാചിന് അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇസ്രായേൽ രാജാവിനെ തന്നെ കൂട്ടുപിടിച്ച് യഹൂദർക്കെതിരെ, ആഹാസിനെതിരെ യുദ്ധത്തിനായിട്ട് കടന്നു വരുവാൻ കാരണമായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അതിന് താഴത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം, ആരാം യഹോവയോട് യോജിച്ചിരിക്കുന്നു. അതായത് അരാം രാജാവും ഇസ്രായേൽ രാജാവായ പേക്കഹും തമ്മിൽ സന്ധിയിൽ ഏർപ്പെട്ടിട്ട് യഹൂദ രാജാവായ ആഹാസിനോട് യുദ്ധം ചെയ്ത് യെരൂശലേമിനെ പിടിച്ചടക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വന്നവർ സന്ധിയിൽ ഏർപ്പെട്ടു, യോജിക്കുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയം, അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. ഈ സിറ്റുവേഷനിലായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി കൂടെ ഉണ്ടെങ്കിൽ അവരോടുള്ള ഒരു ദൂതാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞ അനുഭവത്തിൽ ഇന്ന് രാത്രി ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവ പഠനമാണെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ദൂത് തരുന്നുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഹൃദയം ഉലഞ്ഞ ക്ഷീണിച്ച അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാട്ടിലെ വൃക്ഷങ്ങൾ പോലെ ഉലഞ്ഞു പോയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പ്രതിസന്ധി, അതായത് ഈ രാജാക്കന്മാർ അവർക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ അവർ ഹൃദയം ക്ഷീണിച്ചു പോയി, അവർ ഭയപ്പെട്ടു പോയി, കാറ്റിലെ വൃക്ഷങ്ങൾ ഉലഞ്ഞു പോകുന്നത് പോലെ അവർ ഉലഞ്ഞു പോയാൽ കാരണമായി തോന്നുന്നു. ആ സിറ്റുവേഷനിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോടുള്ള പരിശുദ്ധാത്മാവിന്റെ ദൂതാണ്, അത് നിങ്ങൾ ഭയപ്പെടരുത്. തൊട്ടു താഴത്തെ വാക്യം ഭയത്തെ മാറ്റുന്ന വാക്യമാണ്. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തതെന്നാൽ, ഹല്ലേലൂയ, എവിടെയാണോ കാറ്റിലെ വൃക്ഷങ്ങളെ പോലെ ഉലഞ്ഞു പോകുന്ന സാഹചര്യം ജീവിതത്തിൽ, ജോലി മേഖലകളിൽ, ബിസിനസ്സിൽ ഉണ്ടാകുന്നത്, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടാകുന്നത്, ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. തൊട്ടു താഴെ പ്രവാചകനിൽ കൂടെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് വെളിപ്പെടുത്തുകയാണ്. എവിടെ ശത്രു തലവെക്കുമോ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അടുത്ത നിമിഷം വെളിപ്പെടുവാനിടയായിത്തീരും. അത് ദൈവജനത്തിൽ ഒരു വിടുതലായി തീരുവാനിടയായിത്തീരും. ശ്രദ്ധിക്കുക, അത് യെശയ്യാവിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എന്താണ്? നീയും നിന്റെ മകൻ ഷെയാർ-യാശൂബ് എന്ന പദത്തിന്റെ അർത്ഥം ഒരു ശേഷിപ്പ് മടങ്ങി വരും എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ആഹാസിനോട് ദൂത് സംസാരിക്കാൻ വേണ്ടി യെശയ്യാവിനെ ദൈവം അയക്കുമ്പോൾ യെശയ്യാവിനോട് പറയുകയാണ്, നീ നിന്റെ മകനെ കൂടെ നിന്റെ കൂടെ കൂട്ടണം. ഹല്ലേലൂയ. പ്രവചിക്കാൻ വേണ്ടി ആഹാസിന്റെ അടുത്തേക്ക് പോവുകയാണ്. യെശയ്യാവിനോട് പറയുകയാണ്, നിന്റെ മകനെ കൂടെ ഒപ്പം കൂട്ടണം. ഈ മകനെ കൂടെ ഒപ്പം കൂട്ടുന്നത് പറയുന്നതിന്റെ കാര്യം, മകൻ ഒരു ജീവിക്കുന്ന തെളിവായി ആഹാസിന്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടും ദൈവം അവരിൽ കൂടെ, യെശയ്യാവിൽ കൂടെ വെളിപ്പെടുത്തുന്ന ദൈവിക ദൂതുകളെ ഈ ജീവിച്ചു വരുന്ന മകനും അതുപോലെ തന്നെ ആഹാസ് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും ഒരു ജീവനുള്ള തെളിവായി പ്രൂഫ് എന്ന പോലെ ഹല്ലേലൂയ തന്റെ മകനായ ഷെയാർ-യാശൂബിനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുവാനായി കൽപ്പിക്കുന്നു. ഷെയാർ-യാശൂബ് എന്ന പദത്തിന്റെ അർത്ഥം ഒരു ശേഷിപ്പ് മടങ്ങി വരും. പ്രവാസത്തിലേക്ക് പോയാലും, അടിമകളായി പിടിക്കപ്പെട്ടാലും, ശത്രു എതിരെ വാളോരിയാലും ഹല്ലേലൂയ ഒരു ദിവസം ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഹല്ലേലൂയ. ദൈവജനത്തെ ഹല്ലേലൂയ എത്ര ശത്രു നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ ഒരു വൃക്ഷം പൊട്ടിമുളയ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ വൃക്ഷത്തിന്റെ നാമ്പ് പൊട്ടിമുളയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ ഒരു ചെറിയ വെള്ളം, ഒരു ചെറിയ നനവ് ആ ശേഷിപ്പിനെ മടക്കിക്കൊണ്ടുവരുന്നത് പോലെ, ഹല്ലേലൂയ ജീവൻ പകരുന്നത് പോലെ ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ ഷെയാർ-യാശൂബിലേക്ക് കൊണ്ടുപോകുക. ഒരു ജീവനുള്ള തെളിവായി ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഇസ്രായേൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവുകയില്ല, യെരൂശലേം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവുകയില്ല. നിങ്ങൾക്ക് ഒരു മടങ്ങി വരവുണ്ടെന്ന് കാണിക്കുവാൻ ഒരു ജീവിക്കുന്ന തെളിവായ തന്റെ മകനെ കൂടെ യെശയ്യാവ് കൊണ്ടുപോകുന്നു. എന്നിട്ട് താൻ എവിടെയാണ് അവരെ മീറ്റ് ചെയ്യുന്നത്? നിർഭാഗ്യം എന്ന് പറയുന്ന പട്ടണത്തിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്ന കനാലുകളെയാണ്
നീർപ്പാത്തി എന്ന് പറയുന്നത്. മേലേക്കുളം, മേലേക്കുളം, മേലേക്കുളം എന്ന് എഴുതിയിരിക്കുന്നത് അവരുടെ ഉയർന്ന ഡാമിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വലിയ നമുക്ക് വലിയ ഡാമുണ്ട് അല്ലെ, ഇടുക്കി പോലത്തെ വലിയ ഡാമുകളുണ്ട്. അതിന്റെ താഴേക്ക് വരുന്ന ചെറിയ ചെറിയ ഡാമുകളുണ്ട് അല്ലെ, വെള്ളം സംഭരിക്കുന്ന വലിയ ഡാമുകളും ആ ഡാമുകൾ ഒഴുക്കി വിടുമ്പോൾ ആവശ്യത്തിനനുസൃതമായി അത് ആ വെള്ളത്തെ കീപ്പ് ചെയ്യുന്ന ചെറിയ ഡാമുകളും ഉള്ളതുപോലെ അതുപോലെ അവിടെ മേലേക്കുളം എന്ന് പറയുന്ന വെള്ള സംഭരണികളായിരുന്ന ഒരു വലിയ ഡാം ഉണ്ടായിരുന്നതാണ് മേലേക്കുളം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. മേലേക്കുളത്തിൽ പട്ടണത്തിന് ആവശ്യമായ ജലം താഴേക്ക് ഒഴുക്കി നൽകുവാൻ ഇടയായിത്തീരും. അവിടെ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ എന്നൊരു പദമുണ്ട്. അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ. ഈ വെള്ളത്തിനടുത്ത് ഈ അലക്കുകാർ കൂടിയിട്ട് ഈ തുണി അലക്കുകയും അവരെന്ത് ചെയ്യും, അത് മാത്രമല്ല ഈ തുണി അവർ നിറം പിടിപ്പിക്കാനായിട്ട് അവർ ഈ വെള്ളം എടുത്തിട്ട് അതിൽ വ്യത്യസ്ത കളറിലുള്ള ചായങ്ങളൊക്കെ നിറച്ച് ആ ചായത്തിൽ ഈ ഡ്രസ്സ് മുക്കി അത് ആ പ്രത്യേക കളറാക്കി അതൊക്കെ ഉണക്കാനിടുന്ന ഒരു സ്ഥലമാണ് ഈ അലക്കുകാരൻ്റെ വയലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. തുണി നെയ്ത് അവിടെ വെച്ച് ചായത്തിൽ മുക്കി അത് ആ കളർ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അലക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ എന്ന് എഴുതിയിരിക്കുന്നത്. വായിച്ചത് അപ്പൊ എവിടെയാണ് ആഹാസുമായി സന്ധിക്കുവാൻ യെശയ്യാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്? മേലേക്കുളത്തിന്റെ ഡാമിന്റെ ഒക്കെ സൈഡിൽ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിന്റെ അടുത്ത് അലക്കുകാരന്റെ വയലിലെ നെയ്ത് തുണി ഉണക്കുന്ന അല്ലെങ്കിൽ നിറം പിടിപ്പിക്കുന്ന ആ ഭാഗത്ത് വെച്ച് ആഹാസിനെ കാണുക. എന്തുകൊണ്ടാണ് കൊട്ടാരത്തിൽ വസിക്കുന്ന ആഹാസ് ഈ മേലേക്കുളത്തിന്റെ അടുക്കൽ വരാൻ കാരണമായി തീർന്നത്, അല്ലെങ്കിൽ ഈ നെയ്ത്തുകാരന്റെ അലക്കുകാരന്റെ വയലിൽ വരാൻ കാരണമായി തീർന്നതെന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. നമുക്കറിയാം, നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനുമായി അടുത്തിടെ യുദ്ധമുണ്ടായി അല്ലേ? യുദ്ധമുണ്ടായപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിസന്ധികളുണ്ടായി. ഡ്രോണുകളൊന്നും വന്നു അല്ലേ? നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റുകൾ അയച്ചു, ബോംബുകളൊക്കെ വർഷിച്ചു. നല്ലതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. എന്താണ് ചെയ്തതെന്ന് അറിയാമോ? നമ്മൾ ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം എന്ത് ചെയ്തു? പതിയങ്ങ് നിർത്തി. മോഡി പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. എന്താ? ചോരയും വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴുകണ്ടായെന്ന്. പാകിസ്ഥാനിലേക്ക് ചോരയും വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴുകണ്ടെന്ന് പറഞ്ഞാണ് വെള്ളത്തിന്റെ ഒഴുക്കിനെ നിർത്തിയത്. അവരുടെ കൃഷിയിടങ്ങൾക്ക് ആവശ്യമായ, അവരുടെ കാര്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെ അവർ ബുദ്ധിമുട്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടായത് വെള്ളം നമ്മുടെ ഈ ഭാഗത്തു നിന്ന് നിർത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആഹാസും ഈ മേലേക്കുളത്തിൽ ഡാമിന്റെ ഭാഗത്ത് വന്നത്. അദ്ദേഹത്തിന് ഈ ശത്രു രാജ്യങ്ങളിലേക്ക് വെള്ളം ഒഴുകിപ്പോയാൽ ആ വെള്ളം ഉപയോഗിച്ച് അവർ യുദ്ധത്തിന് ആവശ്യമായുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അവരുടെ വലിയ സൈന്യം അവിടെ വന്നിട്ട് താഴ്വരയിൽ താമസിച്ച് അവർ ഇവിടെ യുദ്ധത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യും. അവർക്ക് ആവശ്യമായുള്ള വെള്ളം ലഭിക്കാതിരിക്കേണ്ടതിനായി ആ ഡാമിന്റെ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് തീർപ്പ് ചെയ്യാൻ വേണ്ടി, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ആഹാസ് അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ വെച്ചാണ് യെശയ്യാ പ്രവാചകൻ അവരെ സംബന്ധിക്കുന്നത്. ഈ സ്ഥാനത്തേക്ക് യെശയ്യാവിനെയും മകനെയും ദൈവം അയച്ചിട്ട് ദൈവം സംസാരിക്കുന്ന ദൂതാണ്. ഇനി ദൈവം സംസാരിക്കുന്ന ദൂത് ശ്രദ്ധിക്കുക. അവനോട് പറയേണ്ടത് 4-ാമത്തെ വാക്യം, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ ബൈബിൾ പഠനം കേട്ടിട്ട് പോകാതെ ജീവിതത്തിലേക്ക് അതൊന്ന് റിസീവ് ചെയ്ത ആ ദൂത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ വചനത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് കൊലോസ്യ സഭയിലും അല്ലെ ലവോദിക്കയ സഭയിലും വായിക്കുന്ന വചനം വർഷങ്ങൾക്ക് ശേഷം റാസർകൈമ സഭയിൽ വായിക്കുന്നു. അതിനുശേഷം ഇനിയും വർഷങ്ങൾ കഴിഞ്ഞാലും ഹല്ലേലൂയ നമ്മുടെ തലമുറകൾ നമ്മുടെ പരമ്പരകൾ പിന്നത്തേതിൽ ഈ ദൈവവചനം വായിക്കും അല്ലെ. ഇപ്പോൾ അന്ന് സംവത്സരങ്ങൾക്ക് യേശുവിന്റെ ജനനത്തിന് സംവത്സരങ്ങൾക്ക് മുമ്പ് ആഹാസിനോട് യെശയ്യാ പ്രവാചകനോട് വെളിപ്പെട്ട ദൈവശബ്ദം ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുക. സൂക്ഷിക്കുക, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ടെൻഷനോടെ, ആർക്കും ടെൻഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെ വിഷയങ്ങൾക്കും പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഒക്കെ മറുപടി ലഭിച്ചതാണ്. അവിടെ ടെൻഷൻ ഉണ്ടെന്ന് പറയും. ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുന്നത്. സാവധാനമായിരിക്കുക, ടെൻഷനൊന്നും അടിക്കരുത്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം അരാം രാജാവായ
ഇസ്രായേൽ രാജാവ് ബേക്കഹ്, ഇവരെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക, ധൃതി വെക്കരുത്, സൈലന്റ് ആയിരിക്കുക. ഇവർ രണ്ടും പുകയുന്ന രണ്ട് മുറിക്കൊള്ളികളാണ്. Praise the Lord. പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളികൾ, ഒന്ന് ഇസ്രായേൽ രാജാവായ ബേക്കഹ്, രണ്ട് രസീൻ, രണ്ടുപേരും മുറിക്കൊള്ളികളാണ്. മുറിക്കൊള്ളികളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ അടുപ്പത്തൊക്കെ ഫുഡ് വെക്കുന്നവരായിരുന്നു പണ്ട് അല്ലേ? ഇപ്പോൾ ഗ്യാസ് എടുക്കുള്ള കളിയില്ല അല്ലേ? അപ്പോൾ അടുപ്പത്ത് പണ്ട് അമ്മമാരൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, അവർ ഈ ചോറൊക്കെ തിളച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ആ വിറക് പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ അത് കുത്തിക്കൊടുത്തിട്ട് മാറ്റി വെക്കും അല്ലേ? അതൊരു പുകയുന്ന മുറിക്കൊള്ളിയാണ്. അത് കത്തുവാൻ അടയാളത്തില്ല, അത് പുകഞ്ഞു പോയ ഒരു മുറിക്കൊള്ളിയാണ്. അതുകൊണ്ട് പ്രയോജനമില്ലാതായിട്ടിരുന്നു, മാറ്റി അവർ അവിടേക്ക് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെയാണ് പ്രവാചകൻ പറയാണ്, ഇവരത്ര ശക്തരായ രാജാക്കന്മാരാണെങ്കിലും ഹല്ലേലൂയ, ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഇവർ പുകയുന്ന മുറിക്കൊള്ളിയാകുന്നു, ഇവരെ ഭയപ്പെടരുത്. ഇന്ന് രാത്രി വിശ്വാസമുള്ളവർ ആ ദൂതം നേർത്തെടുത്തു, ഞങ്ങൾ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നിനക്കെതിരെ വരുന്ന പ്രതിസന്ധിയെ നീ വലുതായി ഇന്ന് രാത്രി കാണണ്ട. ഹല്ലേലൂയ, പുകയുന്ന ഒരു മുറിക്കൊള്ളി പോലെയുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അതൊരു നിസ്സാര വിഷയമാണ്. സാവധാനമായിരിക്കുക, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ, നാം പ്രതികരിക്കേണ്ട, നാം സംസാരിക്കേണ്ട. ദൈവം എഴുന്നേൽക്കുന്നു, തന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഒരു വഴിയായി വന്നത് 7 വഴിയായി ചിതറിപ്പോകും. വിശ്വാസമുണ്ടോ? ഒരു വഴിയായി വന്നത് 7 വഴിയായി ചിതറിപ്പോകും. ഹല്ലേലൂയ, ഇത് വെറും ഒരു മുറിക്കൊള്ളിയാണ്, പുകയുന്ന മുറിക്കൊള്ളിയാണ്. അവിടെ താഴേക്ക് വായിക്കുമ്പോൾ ക്ഷയിച്ചു പോകരുത്. താവേലിന്റെ മകൻ ദാവീദിന്റെ കുടുംബത്തിലുള്ള ഒരുവനാണെന്ന് ചിന്തിക്കപ്പെടുന്നു. താവേലിന്റെ മകനെ അവിടെ വാഴിക്കണമെന്നുള്ള ചിന്ത അവിടെ വരികയാണ്. 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 8-ാമത്തെ വാക്യത്തിലേക്ക് ദൈവഹിതത്തിനെതിരെ കൂട്ടുകൂടുകയാണെങ്കിൽ, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, എഫ്രൈമിനോടുള്ള പരിശുദ്ധാത്മാവിന്റെ ദൂതാണ് 65 സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകുവാനിടയാകും. ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കെതിരെ, ദൈവഹിതത്തിനെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമെങ്കിൽ 65 സംവത്സരത്തിനകം എഫ്രൈം ജനം നശിക്കുമെന്നുള്ള ദൂതൂടെ പരിശുദ്ധാത്മാവിൽ യെശയ്യാവ് പ്രവചിക്കുകയാണ്. താഴേക്കുള്ള ഭാഗം നോക്കുക. യഹോവ പിന്നെയും ആഹാസിനോട്, അതിന് മുമ്പുള്ള വാക്യം 9-ാമത്തെ വാക്യം, എഫ്രൈമിന് തല ശമരിയ, ശമരിക്ക് തല രെമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. നമ്മൾ പല ലേഖനങ്ങളും പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവൻ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം വാസ്തവമായും ജീവിക്കുന്നുണ്ടെന്നും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം നൽകുന്നവനാണെന്നും ഒരാൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനേ കഴിയത്തില്ല. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ഫലമില്ലാത്ത പ്രാർത്ഥനയാണ്, ജൽപ്പനങ്ങളായി മാറിപ്പോകും. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് വിശ്വാസം കൂടെ വേണം. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ജൽപ്പനങ്ങളായി പോകും, അതിന് ഫലവത്തില്ലാതായി പോകും. എന്നാൽ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ്. വിശ്വാസത്തോടുകൂടിയ നീതിമാന്റെ പ്രാർത്ഥന നിനക്കാരൻ രക്ഷിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസം ആവശ്യമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ആരെക്കുറിച്ച് കഥ പറഞ്ഞത്? ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം കനാനിസിയോട്, അല്ലേ? കനാനിസിയോട് ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. യായിറോസിന്റെ പിതാവിനോട് അങ്ങനെ പറഞ്ഞു. യായിറോസിന്റെ പറഞ്ഞു തോന്നുന്നേ
അപ്പോൾ ചിന്തിക്കുക, അങ്ങനെ കർത്താവ് പറഞ്ഞു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ. അപ്പോൾ വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. നിങ്ങൾക്ക് ദൈവത്തോട് ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് നന്മകൾ ഭൗതികമായതും ആത്മീയമായതും പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആത്യന്തികമായി ഉണ്ടായിരിക്കുന്ന കാര്യം വിശ്വാസമാണ്. അതുകൊണ്ടാണ് പ്രവാചകനോട് പറയുകയാണ്, വിശ്വാസമില്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. താഴേക്ക് വായിക്കാം. ദൈവമായ യഹോവയുടെ താഴെ പാതാളത്തിലോ ദുഷ്ടനായ ആഹാസിനോട് പരിശുദ്ധാത്മാവിൽ യെശയ്യാവ് പറയുകയാണ്, നിനക്ക് ഈ ദൂതുകളൊക്കെ വിശ്വസിക്കണമെങ്കിൽ നിനക്ക് ഇനി ഒരു അടയാളം വേണമെങ്കിൽ നീ ഒരു അടയാളം ദൈവത്തോട് ചോദിച്ചു. അതിന് പാതാളത്തിൽ നിന്ന് ഒരാൾ വന്ന് നിന്നോട് സംസാരിച്ചാൽ മാത്രമേ നീ വിശ്വസിക്കത്തുള്ളെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അതല്ല, നീ എന്ത് ചെയ്യുക, ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ ഉയരത്തിലുള്ളതായ ഒരു അടയാളം ചോദിച്ചെങ്കിൽ ചോദിച്ചു കൊള്ളുക, അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് അവിശ്വസ്തനായ യെശയ്യാവ് പറയുന്ന കാണാൻ. യെശയ്യാവ് പല ഭാഗങ്ങളിൽ അടയാളത്തോടുള്ള ബന്ധത്തിൽ ദൈവപ്രവൃത്തി നടക്കും, ദൈവം കൽപ്പിച്ചാൽ ദൈവം അത് ചെയ്യും എന്നുള്ളതിന് ദൈവജനത്തിൽ പല അടയാളങ്ങളോടുകൂടെ ദൈവം ഉറപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ തന്നെ യെശയ്യാവ് 38-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, 38-ാം അധ്യായം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് ഓടി വരുന്നത്? ആരാ? ഹിസ്കിയാവ് അല്ലേ? ഹിസ്കിയാവിന്റെ അടുത്ത് എന്നിട്ട് യെശയ്യാവ് പറയുകയാണ്, എന്ത് ചെയ്യും, നീ നിന്റെ ഗ്രഹകാര്യം ക്രമീകരിച്ചു കൊള്ളുക, നീ വേഗത്തിൽ മരിക്കുവാൻ പോവുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമീകരിച്ചു കൊള്ളുക. അവൻ ഭയപ്പെട്ടിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ചുവരിനോട് മുഖം തിരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് 38-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 38-ാം അധ്യായത്തിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഹിസ്കിയാവ് ചുവരിനോട് തല ധരിച്ചു വെച്ച്, തല ചേർത്ത് വെച്ച് അവൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അവനോട് അനുകമ്പ തോന്നി, ദയ തോന്നിയിട്ട് 15 സംവത്സരം അവന്റെ ആയുസ്സിനോട് ദൈവം കൂട്ടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഈ കൂട്ടുന്നു എന്നതിന്റെ തെളിവെന്നാണ് 15 സംവത്സരം തന്റെ ആയുസ്സിനോട് ദൈവത്തിന് കൂട്ടുന്നുള്ളതിന്റെ അടയാളം എന്താണ്? അതാണ് 38-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്താ? ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരടയാളമാകും. എന്താണ് അടയാളം? നോക്കിയേ, ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോട്ട് തിരിയുമാറാക്കും. എന്താണ്? ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. നിഴല് 10 പടി പിന്നോക്കം തിരിയുമാറാക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് എപ്പോഴോ 10 പടി മുന്നോട്ട് പോയി അല്ലേ? വേദപണ്ഡിതർ ചിലര് പറയുന്നത്, എനിക്ക് അതിനോട് ഫുൾ യോജിപ്പില്ല, സത്യമായിരിക്കാം അല്ലായിരിക്കാം. ചിലര് പറയുന്നത് നമ്മുടെ യോശുവ പ്രവാചകൻ, യോശുവ സൂര്യനെ നോക്കിയും ചന്ദ്രനെ നോക്കിയും കൽപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് യുദ്ധം ജയിക്കാൻ വേണ്ടി അല്ലേ? യുദ്ധം ജയിക്കാൻ വേണ്ടി യോശുവ സൂര്യനോട് പറയുന്നുണ്ട്, സൂര്യാ നീ ഗിബെയോനിലും ചന്ദ്രാ നീ അയവാലും താഴ്വരയിലും നിൽക്കാൻ എന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ സമയത്തെ അവിടെ മുന്നോട്ടാക്കി അല്ലെങ്കിൽ പിടിച്ചു നിർത്തി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ പിടിച്ചു നിർത്തിയത് പിന്നോട്ട് മാറ്റിയെന്നാണ് പിന്നെ ഈ കാണുന്ന ഭാഗങ്ങൾ കാണുന്നത് ചിലരെ ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു അടയാളം ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താണ് അടയാളം? ഈ നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം. അപ്പോൾ ദൈവം ചില ദൂതുകൾ ദൈവം തന്നെ ജനത്തോട് അരുളി ചെയ്യുമ്പോൾ അത് നിവർത്തിക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കേണ്ടതിന് ദൈവം ചില അടയാളങ്ങളെ കൊടുത്തിരുന്നു. ഹിസ്കിയാവിന് ഒരു അടയാളം കൊടുത്തതുപോലെ ആഹാസിനോട് ദൈവാത്മാവ് ചോദിക്കണം, നിനക്ക് അടയാളം വേണം? പാതാളത്തിൽ നിന്ന് മരിച്ച വ്യക്തികളുടെ ഇടയിൽ നിന്ന് വരുവാൻ വന്ന് നിങ്ങളോട് സംസാരിക്കാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, അതിന് കൊണ്ടുവരാം. ഹല്ലേലൂയ. അതല്ല, ഉയരത്തിൽ നിന്നുള്ള ഒരു അടയാളമാണ് നിനക്ക് വേണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാം. കാരണം 38-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നമുക്കത് കാണാൻ കഴിയും. അപ്പൊ അടയാളങ്ങളോടും നമുക്ക് പുതിയ നിയമത്തിലും നമുക്കത് കാണാൻ കഴിയും. അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വീര്യപ്രവൃത്തികളോടും കൂടെ തന്റെ വചനത്തെ ഉറപ്പിക്കുന്ന ദൈവം. അപ്പൊ പഴയ നിയമത്തിൽ മാത്രമല്ല അടയാളം അല്ലേ? പുതിയ നിയമത്തിലൂടെ അടയാളമുണ്ട് അല്ലേ? നിനക്കൊരു അടയാളം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതൊന്ന് വിശ്വാസത്തോടെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യാൻ തയ്യാറാണ്. അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വീര്യപ്രവൃത്തികളോടും കൂടെ വചനത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമാണ് പുതിയ നിയമത്തിലുമുള്ളത്, പഴയ നിയമത്തിലുമുള്ളത്. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഇത് കാണാൻ കഴിഞ്ഞു. ആഹാസിനോട് ദൈവം ചോദിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് 1 ശമൂവേലിലേക്ക് വരെ 1 ശമൂവേൽ 2-ന്റെ 27 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 1 ശമൂവേൽ
2-ാം അധ്യായം. എനിക്കറിയാം ഇച്ചിരി കട്ടിയായിട്ട് ഇത് തോന്നും. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 1 ശമൂവേൽ 2:27 തൊട്ടാണ് വായിക്കുന്നത്. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം ഇസ്രായേലിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിക്കുവാനും ഞാൻ അവനെ ഇസ്രായേലിലെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് ദൈവത്തിന്റെ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹോഫ്നിയും ഫിനഹാസും ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അല്ലെ? അവർ യാഗപീഠത്തെയും വിശുദ്ധ സ്ഥലത്തെയും ഒക്കെ അശുദ്ധമാക്കിയ ഭാഗം, അതിന് മുമ്പിലുള്ള ഭാഗം കാണാൻ കഴിയും. ഏലിയോടുള്ള ദൈവത്തിന്റെ ദർശനം നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ ആലോചന നഷ്ടപ്പെട്ടു. ഏലി കിടന്നുറങ്ങുകയാണ്. ദർശനം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. ശമൂവേലിനെ ദൈവം തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏലിയുടെ കുടുംബത്തോട്, ഏലിയുടെ പിതൃഭവനത്തോട് ചെയ്യുവാൻ പോകുന്ന ദൈവ ശിക്ഷകളെ കുറിച്ചുള്ള ദൂതുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ 34-ാമത്തെ വാക്യത്തിൽ നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിക്കും ഫിനഹാസിനും, കണ്ടോ, ഏലി നിനക്ക് ഒരടയാളം ഞാൻ ചെയ്യാൻ പോവുകയാണ്. ആ അടയാളം എന്താണെന്നറിയാമോ? നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിക്കും ഫിനഹാസിനും ഭവിപ്പാനിരിക്കുന്നത് നിനക്ക് ഒരടയാളമാകും. എന്താണ്? അവർ 20 ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. അവർ 20 ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അന്വേഷിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷേകത്തിന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവരെല്ലാം അവന്റെ അടുക്കൽ വന്ന് എന്റെ ഹിതമന്വേഷിക്കുന്ന, എനിക്ക് പ്രസാദമായ ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. എന്നാൽ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോവുകയാണ്. നിന്റെ തലമുറകൾക്ക് വരുന്ന ഈ ശിക്ഷ നിനക്ക് ഒരടയാളമായിരിക്കും. ഹൊഫ്നിയും ഫിനഹാസിനും ഭവിക്കുവാനിരിക്കുന്നത് നിനക്ക് ഒരടയാളമായിരിക്കും. അടയാളത്തോടുകൂടെ തന്റെ പ്രവചന ശബ്ദത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഒരു വാഗ്ദത്തം തന്നിട്ട് മടങ്ങുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ഒരു പ്രവചന ശബ്ദം നിന്നോട് സംസാരിച്ചിട്ട് ഹല്ലേലൂയ മടങ്ങുന്ന ദൈവമല്ല. നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു അടയാളത്തോടുകൂടെ അതിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നുള്ള വിശ്വാസമുണ്ടത്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. 13-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. 1 രാജാക്കന്മാർ ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യെഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദിന്റെ ഗൃഹത്തിന് യോശിയാവ് എന്ന പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതവർഗത്തിന്മേലെ നിന്റെ മേൽ വെച്ച് അർപ്പിക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അന്നൊരു അടയാളം കൊടുത്തു. അവൻ അതിനൊരു അടയാളം കൊടുത്തു. യോരാബേമിനോട് കർത്താവായ പരിശുദ്ധാത്മാവിന്റെ ദൈവപുരുഷൻ എന്ന് പറയുകയാണ്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യോശിയാവ് എന്നുള്ളൊരു പേരുള്ള ഒരു മകൻ ജനിക്കും. 3-ാമത്തെ വാക്യം, അവനൊരു അടയാളം കൊടുക്കുകയാണ്. എന്താണ് അടയാളം? യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂങ്ങിപ്പോകും. ഇത് യഹോവ കൽപ്പിച്ച അടയാളം. ആ വചനത്തിന്റെ ഭാഗങ്ങളൊക്കെ ചിന്തിക്കണം. നിങ്ങൾ 13-ാം അധ്യായം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. വിശദീകരിക്കാനുള്ള സമയമില്ല. പിന്നെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവിടെ ഒരു അടയാളത്തോടുകൂടെ ദൈവപുരുഷന്റെ ദൂതിനോട് ചേർന്ന് ദൈവം ഒരു അടയാളം കൂടെ കൊടുക്കുക. ഈ ദൂത് നിവർത്തിക്കപ്പെടും. എപ്പോഴാണ് ഈ ദൂത് നിവർത്തിക്കപ്പെടുന്നത്? നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. യാഗപീഠം പിളർന്ന് അതിന്റെ ചാരം തൂങ്ങിപ്പോകുന്നത് നീ കാണും. അത് യഹോവ കൽപ്പിച്ച ഒരു അടയാളമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നമുക്ക് അടയാളങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എന്ന് പറയുമ്പോഴേ ഒരാളെ ചിത്രം നമ്മുടെ മനസ്സിൽ വരണം. ആരാണ്? ന്യായാധിപന്മാരുടെ 6 ഗിദെയോൻ അല്ലേ? വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 36 മുതൽ 40 വരെ വായിച്ചു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരാട്ടിൻതോൽ എന്നെ തെരഞ്ഞെടുത്തിട്ട് വിശ്വസിക്കാതിരുന്ന ഭയപ്പെട്ടിരുന്ന ഗിദെയോൻ ദൈവത്തോട് അടയാളം ചോദിക്കുകയാണ്. വായിച്ചു.
ഇതാ ഞാൻ രോമമുള്ള ആട്ടിൻതോൽ കളത്തിൽ നിർത്തിയിടുന്നു. മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് ഒരു പറഞ്ഞു. അടയാളം എനിക്ക് വേണമെന്ന് ചോദിച്ചവനോട് നീ പോയി പണി നോക്കുന്ന കർത്താവ് പറഞ്ഞില്ല. എന്ത് ചെയ്തു? ഒരു അടയാളം ദൈവം കൊടുത്തു. വായിച്ചാൽ അടുത്തൂടെ. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞു, മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. ഇദ്ദേഹം പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ മേലെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കൽ കൂടെ സംസാരിച്ചു കൊള്ളട്ടെ, തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ, തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞു വിരിപ്പാൻ അരുളണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. ശ്രദ്ധിക്കുക, നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടെയും നല്ല മനസ്സിൽ നിന്നും നല്ല മനസ്സാക്ഷിയിൽ നിന്നുള്ളതാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും, അടയാളങ്ങളെ. എന്നാൽ മത്തായിയുടെ സുവിശേഷം നമുക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ഇന്ന് രാത്രി ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ. അനന്തരം പരീക്ഷന്മാരും സദൂക്യന്മാരും അടുക്ക വന്ന് ആകാശത്ത് ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരണമേ എന്ന് അവരോട് പരീക്ഷണം. ആ ചോദ്യം പരീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യം അല്ലേ? ഹൃദയത്തിന്റെ നല്ല മനസ്സിൽ നിന്നോ നല്ല മനസ്സാക്ഷിയിൽ നിന്നോ ഗിദെയോൻ ചോദിച്ചതുപോലെയുള്ള ചോദ്യമല്ല. ഇവനെ പരീക്ഷിക്കേണ്ടതിന് ആകാശത്തുനിന്നുള്ള അടയാളം കാണിച്ചു തരണം. ആരോട് ചോദിച്ചു? യേശു കർത്താവിനോട് ചോദിച്ചു. സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ, ആകാശം ചുവന്ന് കാണുകയാണെങ്കിൽ നല്ല തെളിവാകുമെന്നും, നല്ല തെളിവാണ്. രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ, ആകാശം മൂടി കാണുകയാണെങ്കിൽ ഇന്ന് മഴക്കോളുണ്ടാകുമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങൾ ആകാശം ചുവന്ന് ഒരു മഴക്കാറ് പോലും കാണുന്നില്ലെങ്കിൽ ഇന്ന് മഴ പെയ്യത്തില്ല. രാവിലെ എണ്ണിക്കുമ്പോൾ ഒരു മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മഴ പെയ്യും. താഴോട്ട്. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം നിങ്ങൾക്ക് ഞാൻ ഒരു അടയാളം തരികയില്ല. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരടയാളം എന്റെ അടുത്ത് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? അടയാളമില്ല. യോനയ്ക്കുള്ളതാണ്. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി ആഗ്രഹിച്ചു ദൈവത്തോട് മനസ്സാക്ഷിയിൽ നിന്നുകൊണ്ട് നല്ല മനസ്സോടെ ചോദിക്കുന്നവർക്ക് അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വീര്യപ്രവൃത്തിയോടും കൂടെ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ആഹാസിന് മറുപടി കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന് ആഹാസ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷയില്ല. വാക്യം 12-ാമത്തെ വാക്യം. ഞാൻ ചോദിക്കുകയുമില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. നമുക്ക് അടുത്തതോടെ ചിന്തിക്കാം. ആഹാസ് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുകയില്ല, ഞാൻ പരീക്ഷിക്കുകയില്ല എന്ന് പറയുന്നതിന്റെ കാര്യം? അവന്റെ നല്ല മനസ്സിൽ നിന്ന് താഴ്മയിൽ നിന്ന് പറഞ്ഞതല്ല. ആഹാസ് അശൂർ രാജാവുമായി ഒരു സന്ധിയിൽ ഏർപ്പെടാൻ വേണ്ടി രഹസ്യമായി അവന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവന് മനസ്സിലായി, എനിക്ക് ദൈവത്തിന്റെ സഹായം ഒന്നും വേണ്ട, എനിക്ക് ഒരു മാനുഷിക സഹായം, ഒരു ക്രമീകരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശൂർ പട്ടണത്തിൽ അശൂർ രാജാവുമായി അവനെ സന്ധിയിലായി അവനെ സഹായിക്കേണ്ടതിന് വേണ്ടി ഒരു മാനുഷിക സഹായം താൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് എനിക്ക് സഹായമൊന്നും വേണ്ട എന്നൊരു ആഗ്രഹത്തോടെയാണ്, തന്റെ താഴ്മയിൽ നിന്നല്ല താൻ സഹായം ചോദിക്കുകയില്ല എന്ന് പറയുന്നത്. രണ്ടാമത്, അടയാളം ചോദിച്ചാൽ അത് നടപ്പിലായാൽ ജീവനുള്ള ദൈവത്തിന് വേണ്ടി തനിക്ക് നിൽക്കേണ്ടതായിട്ട് വരും. അടയാളം ചോദിച്ചിട്ട് അത് നടപ്പിലായ താൻ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു രാജാവാണ്. അതുകൊണ്ട് താൻ ഈ അടയാളം ചോദിച്ചിട്ട് അത് സംഭവിച്ചാൽ തനിക്ക് മടങ്ങി വന്ന് ദൈവത്തെ സേവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അദ്ദേഹം അടയാളം ചോദിച്ചില്ല. 3, ഇത് നടപ്പിലായില്ലെങ്കിൽ ജനത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് നിൽക്കുവാൻ കഴിയത്തില്ല. ഈ കാരണങ്ങൾ കൊണ്ട് ആഹാസ് അടയാളം ചോദിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതവന്റെ നല്ല മനസ്സിൽ നിന്നല്ല, അവന്റെ ദുഷിച്ച മനസ്സിൽ, ദുഷ്ടനായ രാജാവായതുകൊണ്ട് ദുഷിച്ച മനസ്സിൽ നിന്നാണ് അവൻ ആ ചോദ്യം ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നല്ല മനസ്സിൽ നിന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അടയാളങ്ങളെ ചോദിച്ച്, അത്ഭുതങ്ങളെ ചോദിച്ച്, വീര്യപ്രവൃത്തികളെ ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നെങ്കിൽ വചനത്തെ ഉറപ്പിക്കുന്ന ദൈവം, പ്രാർത്ഥനയെ അംഗീകരിക്കുന്ന ദൈവം ഗിദെയോന്റെ 2 ആവശ്യങ്ങളെയും 2 അടയാളത്തെയും കേട്ട് അതുപോലെ ചെയ്തു കൊടുത്ത ദൈവം ഇന്ന് രാത്രി നമുക്കും ഹല്ലേലൂയ മറുപടി തരുവാൻ സർവശക്തനായ ദൈവമാണ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 7-ാം അധ്യായത്തിന്റെ കർത്താവിന്റെ ഇമ്മാനുവേൽ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ വരാനുള്ള സമയം നമുക്ക് ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കന്യക ഗർഭിണിയായി
ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ഇമ്മാനുവേൽ അവന് പേരുമെന്നുള്ള ഭാഗം പ്രവചന ശബ്ദത്തിലേക്ക് നാം വരുന്നതിന് മുമ്പുള്ള 7-12 വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിച്ചത്. കുറേ സ്വയം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാം. എനിക്കറിയാം 7-ാം അധ്യായം ഇച്ചിരി കട്ടിയുള്ളതായിരുന്നു, നിങ്ങൾ ഇച്ചിരി പ്രയാസമായിട്ട് തോന്നിയെന്ന് എനിക്കറിയാം. എങ്കിലും അതിനകത്തുള്ള 2-3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു എന്ന് ഞാൻ മനഃപൂർവ്വമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന്, ഹല്ലേലൂയ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ നിലനിൽപ്പുണ്ട് എന്നൊരു ചിന്ത നമ്മൾ അതിനകത്ത് ചിന്തിച്ചു. നമ്മുടെ നിലനിൽപ്പിന് വിശ്വാസം ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾക്ക് വിശ്വാസം ആവശ്യമാണ്. ഹല്ലേലൂയ. 2, കാറ്റിലെ വൃക്ഷങ്ങളെ പോലെ നമ്മൾ ഉലഞ്ഞു പോകുന്ന സാഹചര്യമാണെങ്കിലും ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമുക്ക് ദൂത് തരുമ്പോൾ, നമ്മെ ശക്തീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആത്മാവിനോട് പറയുന്നു, സാവധാനമായിരിക്കുക, സൂക്ഷിച്ചു കൊള്ളുക, താഴെപ്പെടരുത്, ഭയപ്പെടരുത്. മുമ്പിൽ നിൽക്കുന്ന വിഷയം ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ മുറിത്തണ്ട് പോലാണ്, ഹല്ലേലൂയ പുകയുന്ന ഒരു തിരി പോലെയാണ്. ആ വിഷയത്തെ മുറിക്കൊള്ളി പോലെയാണ്. അതിനെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയുന്നുള്ള ആലോചനകൾ ഇന്ന് രാത്രി കേൾപ്പാനിടയായിരിക്കുന്നത്. അവസാനമായി നമുക്ക് അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വീര്യപ്രവൃത്തികളോടും താൻ സംസാരിച്ച വചനത്തെ, പരിശുദ്ധാത്മാവിനുള്ള പ്രവചനത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. വെറുതെ വാഗ്ദത്തം തന്നിട്ട് പോകുന്നവരല്ല ദൈവം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തത്തെ സാധ്യമാക്കുന്ന പ്രവചന ശബ്ദങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായിത്തീരും. പിന്നത്തേതിനാ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ദൈവം അതിനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് മറിയയോട് ദൈവത്തിന് ദൂതൻ പറയുന്നത്, ഒരു മകൻ ജനിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. പുരുഷന്റെ ഇഷ്ടം കൊണ്ടല്ല, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ അത് സംഭവിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇമ്മാനുവേൽ എന്നാണ് അവന്റെ പേര്. യെശയ്യാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ പ്രവചിച്ച ആ ശബ്ദം ദൂതന്റെ നാവിൽ നിന്നും അതേ പദം തന്നെ കടന്നു വരുവാനിടയായിട്ടുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ആഹാസ് അടയാളം ചോദിക്കാതിരുന്നത് കൊണ്ടാണ് പിന്നത്തേതിൽ യെശയ്യാവ് ഇമ്മാനുവേൽ എന്നുള്ള അടയാളം പറയുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. ദൈവങ്ങളിലേക്ക് നാം സമർപ്പിച്ച് കേട്ടതിനു മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചാട്ടെ. കർത്താവേ, അങ്ങ് സംസാരിക്കുന്ന ആലോചനകൾ, ദൂതുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടിരുന്നതാ, അടയാളങ്ങളെ കൊണ്ടിരുന്നതാ, വീര്യപ്രവൃത്തികളെ കൊണ്ടിരുന്നതാ. ഒരു ദൂതും പാഴായി പോകത്തില്ല. ദൈവം ഞങ്ങളോട് സംസാരിച്ച ഒരാൾ